നമ്മൾ പോളിഷ് ചെയ്യുമ്പോഴേ അതായത് എല്ലാവരും പറയുന്ന കംപ്ലൈൻറ്റ് പി യു പെയിൻ്റ് അടിച്ചിട്ടും പി യു പോളിഷ് അടിച്ചിട്ടും പെട്ടെന്ന് അതായത് 2-3 വർഷം കഴിയുമ്പോഴത്തേനും പോകുന്നു അല്ല കംപ്ലൈൻറ്റ് വരുന്ന കഴിയുന്നുണ്ട്. അതിന് തൻ്റെ ഒരു അഭിപ്രായം പറയാം. ഡേയ്സി, അതിന് ഒരു കാരണമായിട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പി യു പോളിഷ് ചെയ്യുമ്പോഴത്തേന് കമ്പനി പറയുന്ന പ്രൊസീജിയറുണ്ട്. ഓക്കെ. നമ്മൾ തടി ചീകിയതിന് ശേഷം തീർച്ചയായിട്ടും ഐസൊലേറ്റർ എന്ന സാധനം ഉപയോഗിക്കുക. കറയിളകാരിക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആദ്യം അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പി യു സീലർ അടിക്കുന്നു. പി യു സീലർ അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫില്ലിങ് മിൽക്കിയതിന് ശേഷം അതിൻ്റെ വീണ്ടും 2 കോട്ട് പി യു സീലർ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ ക്ലിയർ അടിക്കാനായിട്ട്. ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമ്പനി പറയുന്ന 7 വർഷം ലാസ്റ്റിങ് കിട്ടും. ഈ വീട് ഡേയ്സ് ഓർക്കുന്നുണ്ടോ അറിയില്ല, നമ്മൾ 13-ാമത്തെ വർഷമാണ് ഈ വീട്. അന്ന് ചെയ്ത പോളിഷാണ് ആദ്യത്തെ വർക്ക്. അതെ. അത്രയും നമ്മൾ ഗ്യാരണ്ടി നമുക്ക് പറയാം. കമ്പനി പറയുന്ന 7 വർഷം കഴിഞ്ഞ് 13-ാമത്തെ വർഷത്തിലോട്ട് കടന്നു. ഇപ്പൊ ഞങ്ങളിവിടെ റീപെയിന്റിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം റേറ്റിന്റെ ഒരു കോംപ്രമൈസ് വരുമ്പോഴത്തേന് ആൾക്കാർ ചെയ്യുന്നത് തടി മിനുക്കിയതിന് ശേഷം സാനിറ്റൈസർ ഉപയോഗിച്ച് മിനുക്കും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അതായത് എല്ലാവരും സാനിറ്റൈസർ ഉപയോഗിക്കാറുണ്ട്. അതായത് പി യു പോളിഷിൻ്റെ സമയത്തും സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്. അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല അല്ലേ? പി യു പോളിഷ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കരുത്. സാനിറ്റൈസർ എന്ന് പറയുന്ന സാധനം വാക്സ് ആണ്. ഈ സാധനം ഒരു കാരണവശാലും തടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലില്ല. ഇൻസുലേറ്ററിന്റെ ഉപയോഗം എന്താ? ഇൻസുലേറ്ററിന്റെ ഉപയോഗം കറ ഇളകാതിരിക്കുക, തടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള കളർ നിലനിർത്തുക എന്നുള്ളതാണ് ഇൻസുലേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തടിയിൽ നിന്ന് ചെറുതായിട്ട് ഫൈബർ പോലെ നാര് വെളിയിലേക്ക് തള്ളും. നമ്മൾ അതിന്റെ വെളി വീണ്ടും ഒരു സീലർ കോട്ട് പി യു സീലർ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ സ്മൂത്ത് ചെയ്യാവുള്ളൂ. പിന്നെ ഫില്ലിങ് കാര്യങ്ങളെല്ലാം ഇതിന് വെളിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കമ്പനി പറഞ്ഞ സെയിം മെത്തേഡിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ലാസ്റ്റിംഗ് കിട്ടും. സാനിറ്റൈസർ എന്ന് പറയുന്ന സാധനം പി യുവിൽ ഉപയോഗിക്കരുത്. നമ്മൾ മെലാമിന് അല്ലെങ്കിൽ ടച്ച് വുഡ് പോലുള്ള നോർമൽ പോളിഷ് ചെയ്യുമ്പോൾ മാത്രമേ സാനിറ്റൈസർ ഉപയോഗിക്കാൻ പാടുള്ളൂ.